സാലി സാംസൺ എന്ന മികച്ച ക്യാപ്റ്റന്റെ പ്രകടനം കൊണ്ടുകൂടിയാണ് കൊച്ചിക്ക് ഈ കിരീടം നേടാൻ പറ്റിയത്. ഫൈനൽ മത്സരത്തിലും സാലി തിളങ്ങി. മനോഹരമായ ക്യാച്ചും 2 വിക്കറ്റുമാണ് കൊച്ചി നായകൻ നേടിയത്. ഫൈനലിലേക്കുള്ള ടീമിന്റെ യാത്ര, സഞ്ജു ടീമിന് നൽകിയ പിന്തുണയെല്ലാം ന്യൂസ് മലയാളത്തോട് പങ്കുവെക്കുകയാണ് സാലി സാംസൺ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ നായകൻ സാലി സാംസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ വിന്നിംഗ് മൊമെന്റിൽ ആദ്യം മനസ്സിൽ വന്നത് എന്തായിരുന്നു? സന്തോഷം മാത്രമേ ഉള്ളൂ. എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കളിയുടെ ഏത് ഘട്ടത്തിൽ തൊട്ട് വന്നിട്ടുണ്ട്? ഒരു നടുക്കത്തെ മിഡിൽ ഓർഡർ മൊത്തത്തിലും ഡിസ്ട്രക്റ്റ് ആയപ്പോഴത്തേക്കും, നമ്മുടെ കണ്ടിന്യൂസ് വിക്കറ്റ്സ് വീണപ്പോഴത്തേക്കും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ ടൂർണമെൻ്റ് ആയാലും എല്ലാ മാച്ചസും നമുക്കൊരു ജയിക്കണമെന്നുള്ളൊരു വാശിയും ഹോപ്പും ഉണ്ട് എല്ലാ പ്ലേയേഴ്സിനും. അപ്പോൾ അതൊരു ഹെൽപ്പ് തന്നെയാണ്. ആസ് എ ക്യാപ്റ്റൻ അതൊരു കോൺഫിഡൻസ് ആണ് എല്ലാ പ്ലേയേഴ്സിൻ്റെ മുകളിൽ കാണിക്കണമെന്ന് പറയുമ്പോൾ. ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് കോച്ചൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതെ, എല്ലാ ക്രെഡിറ്റും കോച്ചിങ് സ്റ്റാഫ്സിനും, നമ്മുടെ റൈഫി ചേട്ടനായാലും ദീപക് ചേട്ടനായാലും എല്ലാം കോച്ചിങ് സ്റ്റാഫ്സിനും ഈ ക്രെഡിറ്റ് പോകണം. അവരാണ് ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഓരോ പ്ലേയേഴ്സിനെയും ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് ഈ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടാക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പിനായാലും എല്ലാ കാര്യത്തിലും ത്രൂ ഔട്ട് സ്കിൽ ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം ഭയങ്കര സിമ്പിളായിട്ടും ഈസി ആയിട്ടും പിള്ളേർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാവരും കോച്ചിങ് സ്റ്റാഫ്സ് ഇത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഔട്ട്പുട്ടും ഈ ബെനിഫിറ്റ്സിൽ അങ്ങനെയാണ് കാണുന്നത്. മൊത്തം ഒരു ടീമായിട്ട് സെറ്റായി കളിക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെല്ലാം ഈ പറഞ്ഞ കോച്ചിങ് സ്റ്റാഫ്സിൻ്റെ എഫേർട്ടാണ്. അവർ എല്ലാ ക്രെഡിറ്റും അവർക്ക് തന്നെ പോകണം. ടോസ് നഷ്ടപ്പെടുന്നു, ബാറ്റിംഗ് എടുക്കേണ്ടി വരുന്നു. അത് പ്രതീക്ഷിച്ചതാണോ അല്ലെങ്കിൽ ചേസ് ചെയ്യാമെന്നായിരുന്നോ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്? നമ്മളും ബോളിംഗ് ചെയ്യാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ നമുക്കിപ്പോൾ അത്രയും ടീം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഏതായാലും ടോസ് പോയാലും നമ്മൾ ലാസ്റ്റ് 3 കളിയായാലും ടോസ് പോയപ്പോഴത്തേക്കും അതും ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് കളിക്കകത്ത് ഏറ്റവും നിർണായകമായത് ആരുടെ പെർഫോമൻസ് ആയിട്ടാണ് തോന്നുന്നത്? എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയണമെങ്കിൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. എന്നാലും മുഹമ്മദ് ആഷിഖായാലും കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവരും ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിക്ക് എക്സ്ട്രോർഡിനറി. ഒരു മാച്ചിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത മാച്ചിൽ ഫൈനലാണ് ചോദിച്ചു. ഫൈനൽ ഇപ്പോൾ ജെറിൻ 3 വിക്കറ്റ് എടുത്തു, ആസിഫ് 2 വിക്കറ്റ് എടുത്തു. ബാറ്റിങ്ങിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സ്റ്റാറ്റ്സിൽ തന്നെ നമുക്ക് കാണാമല്ലോ. അത്രയും മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ബോളേഴ്സും തിരിച്ചെറിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ആൽഫിയുടെ നല്ല ഫിനിഷ്, വിനൂമിൻ്റെ നല്ലൊരു ഉഗ്രനൊരു ബിഗിനിങ്. അതാണ് ടീം എഫേർട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണ് പറയാനുള്ളത്. സാലി ഒരു മികച്ച ക്യാച്ച് എടുത്തു. അതെങ്ങനെയാണ്? അത് കിട്ടുമെന്ന് തോന്നിയിരുന്ന സമയത്ത് കിട്ടി, ട്രൈ ചെയ്തപ്പോൾ കിട്ടി. അത്ര സഞ്ജു എങ്ങനെയാണ്? വിളിച്ചോ, സംസാരിച്ചോ? എങ്ങനെയാണ്? ഇപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ വിളിക്കണം. ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, സഞ്ജുവിനോട് ആദ്യം സംസാരിക്കുമ്പോൾ എന്തായിരിക്കും? കപ്പടിച്ചടാ എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. വളരെ മിതമായിട്ടാണ് സംസാരിക്കാറുള്ളത്. എന്തായാലും നല്ല ആഘോഷം തന്നെ ആയിരിക്കും സംസാരിക്കുമ്പോൾ. സാലി സാംസണാണ് സംസാരിച്ചത്. വലിയ ആവേശത്തിലാണ്. സാലിയുടെ ക്യാപ്റ്റൻസിയിൽ ടീം കപ്പടിച്ചിരിക്കുകയാണ്. ആവേശത്തിലാണ് സാലിയും ഒപ്പം തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും. അരുണിനൊപ്പം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.